തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ വൈകിട്ട് നടക്കും. വിദേശത്തു നിന്ന് മിഥുന്റെ അമ്മ നാളെ രാവിലെ നാട്ടിലെത്തും. തേവലക്കര സ്കൂളിൽ പൊതുദർശനവും ഉണ്ടാകും. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ രാവിലെയാണ് മിഥുൻ്റെ അമ്മ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. വിദേശത്ത് വെച്ചാണ് ഇത്തരമൊരു മരണവാർത്ത, സ്വന്തം മകൻ ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന ഒരു കാര്യം അറിയുന്നത് തന്നെ ആ വലിയ വേദനയോടുകൂടിയാണ് അമ്മ നാട്ടിലേക്ക് എത്തുന്നതും. രാവിലെ 8:30-9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അവിടുന്ന് റോഡ് മാർഗം വീട്ടിലേക്കെത്തും. രാവിലെ 10 മണിയോടുകൂടി തന്നെ മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുവരും. അവിടെ പൊതുദർശനം ഉച്ചയ്ക്ക് 12:30 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ നിന്നും വിലാപയാത്രയായി മൃതദേഹം വീട്ടിലേക്കും എത്തിക്കും. വൈകിട്ട് 5 മണിയോടെയാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഏകദേശം എല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പറയാൻ പറ്റുന്നത്. സ്കൂളിലെ പൊതുദർശനത്തിന് വേണ്ടി അവിടെ വലിയ ജനത്തിരക്കുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് കൃത്യമായി തന്നെ കയറിയിറങ്ങി കണ്ടും അടങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ സൗകര്യക്കുറവുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കും ജനങ്ങൾ ഇതേപോലെ പ്രവഹിച്ചാൽ വലിയ രീതിയിലുള്ളൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും മിഥുൻ്റെ അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള വലിയ ജനപ്രവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നതും. ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ കുട്ടി ഷോക്കേറ്റ് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടപടികളും പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ വിശദീകരണങ്ങളും ഒക്കെ വന്നു. അതിലേറ്റവും പ്രധാനം സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത് വീഴ്ചകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈൻ, ഈ അപകടകരമായി പോയ വൈദ്യുതി ലൈൻ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് സ്കൂൾ വളപ്പിൽ നിന്നും മാറ്റി സ്ഥാപിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ് മാറ്റിയിട്ടുകൊണ്ട് അത്തരത്തിൽ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നടപടികൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കരുതെന്നുള്ള വലിയ ഒരു വികാരം തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എല്ലാം തന്നെ ഉയരുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പഞ്ചായത്ത് ആണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതും കൃത്യമല്ലായിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ തെറ്റായ ഒരു സമീപനം അവർ കൈക്കൊണ്ടു എന്നത് തന്നെയാണ് അതിൽ പ്രധാനം. ഇങ്ങനെ എന്തുകൊണ്ടും ഇതിൽ വലിയ അനാസ്ഥകൾ സംഭവിച്ചു. അത് ആർക്കൊക്കെ അനാസ്ഥ സംഭവിച്ചു അവർക്കെതിരെ എല്ലാം നടപടി വേണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ട് ഇരിക്കുന്നതും.